വയനാട് പെരിക്കല്ലൂരിൽ വീട്ടിൽ നിന്ന് മദ്യവും തോട്ടകളും പിടികൂടിയ കേസിൽ വഴിത്തിരിവ്. 17 ദിവസം റിമാൻഡിൽ കഴിഞ്ഞ തങ്കച്ചനെ കേസിൽ കുടുക്കുകയായിരുന്നു. 24 വാർത്ത വഴിത്തിരിവായതോടെ തങ്കച്ചൻ ജയിൽ മോചിതനായി. മദ്യവും തോട്ടകളും തങ്കച്ചന്റെ വീട്ടിലെത്തിച്ച മരക്കടവ് സ്വദേശി പ്രസാദിനെ അറസ്റ്റ് ചെയ്തു. കോൺഗ്രസ് നേതാക്കളായ മുഴുവൻ പ്രതികളെയും ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് CPIM ആവശ്യപ്പെട്ടു. കഴിഞ്ഞ മാസം 22-നാണ് പെരിക്കല്ലൂർ കാനാട്ടുമലയിൽ തങ്കച്ചനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ദുരൂഹത ആരോപിച്ച് കുടുംബം നൽകിയ പരാതിയിലാണ് വഴിത്തിരിവ്. തോട്ടകളും മദ്യവും വീട്ടിലെത്തിച്ച് തങ്കച്ചനെ കുടുക്കിയ മരക്കടവ് സ്വദേശിയും നിർമ്മാണ കോൺട്രാക്ടറുമായ പ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിരപരാധിയെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് വിട്ടയക്കാൻ പോലീസ് നൽകിയ അപേക്ഷ കോടതി അംഗീകരിച്ചതോടെ തങ്കച്ചൻ ജയിൽ മോചിതനായി. DCC പ്രസിഡന്റ് ND അപ്പച്ചന് വരെ സംഭവത്തിൽ പങ്കുണ്ടെന്ന് തങ്കച്ചൻ. ഇത് പാർട്ടിയിലുണ്ടായ ഒരു പിണക്കമാണ്, ഒരു ഗ്രൂപ്പ് വഴക്കല്ല. ഇവര് കുറച്ചുപേര് കൂടി മണ്ഡലം പ്രസിഡന്റ്, ഒരു വക്കീലായ DCC സെക്രട്ടറി, ഇവരെല്ലാം കൂടി കോറക്കാരിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ഇവർ പാർട്ടിയുടെ പേരിൽ പൈസ വാങ്ങി ഇവർ ഉപയോഗിക്കുകയായിരുന്നു. ഇതിനെ ചോദ്യം ചെയ്തതാണ് ഞങ്ങൾക്കെതിരെ തിരിയാനുള്ള കാരണം ഉണ്ടായത്. എന്നോട് അന്ന് പറഞ്ഞിരുന്നു, നിന്നെ വീട്ടിൽ കടത്തി ഉറക്കൂല എന്ന് പറഞ്ഞിരുന്നു. DCC പ്രസിഡന്റായ ND അപ്പച്ചന് വരെ ഇതിൽ പങ്കുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. മുള്ളൻകൊല്ലിയിലെ കോൺഗ്രസിനകത്തുള്ള സംഘടനാ പ്രശ്നങ്ങളാണ് തങ്കച്ചനെ കള്ളക്കേസിൽ കൊടുക്കാനുള്ള കാരണം. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.